അതുകൊണ്ട് മുൻഗാമികളായ കവികൾ പാടിയതും വലത്തുക്ക ഉമ്മുക്ക യബ്ന ആദമ ബാക്കിയ വന്നാസ് ഹൗലക യൽഹഖൂന സുറൂറ. ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട. ജനിച്ച കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമായിട്ടുണ്ട്, രക്ഷിതാക്കൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കരഞ്ഞു കിട്ടാൻ വേണ്ടി ആശുപത്രിയിലെ ഡോക്ടർമാരും കുടുംബക്കാരും പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങളുടെ കരച്ചിൽ കണ്ട് അവര് ചിരിച്ചവരായിരുന്നു. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ. ഓരോരുത്തരും നിങ്ങളെ കരച്ചിൽ കണ്ട് സന്തോഷം കൊണ്ട് ചിരിച്ചവർക്ക് നടുവിൽ കരഞ്ഞുകൊണ്ട് ജനിച്ചവനാണ് നീയെങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ. തീർച്ചയായും ഫഅമൽ ബിനഫ്സിക, നീ നിനക്ക് വേണ്ടി അധ്വാനിച്ച് കണ്ടെത്തണം. ഇദാ തകുൻ ബകാ, നിന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും നിന്റെ ചുറ്റും കൂടി നിന്ന് കരയുന്ന ഒരു ദിനം ഫീ യൗമിൻ മൗതിക ളാഹികൻ മസ്റൂറ. അന്ന് അവർക്ക് നടുവിൽ പുഞ്ചിരിച്ച് പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫഅമൽ ബിനഫ്സിക, നിനക്കത് ഉപകാരപ്പെട്ടതിനു വേണ്ടി നീ ദുനിയാവിൽ സമയം കണ്ടെത്തണം. ആ മനസ്സ് ഒരു പക്ഷേ എന്റെ ഈ നമസ്കാരം അസറിനോട് എടുത്തിട്ടില്ലെങ്കിലും എന്റെ ഈ നമസ്കാരം കൊണ്ട് എനിക്ക് എന്റെ റബ്ബിന്റെ തൃപ്തി വേണം. എന്റെ റബ്ബിനെ എനിക്ക് ഭയപ്പാടോടെ കാണാൻ പറ്റില്ല. എന്റെ റബ്ബിനെ എനിക്ക് സന്തോഷത്തോടെ കാണണം. എന്റെ റബ്ബെന്നെ സ്നേഹിക്കണം എന്ന മനസ്സോടുകൂടി നിങ്ങൾ ഇബാദത്തുകളെയും ദിനങ്ങളെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. മൂന്നാമത്തത്, ഈ ദുനിയാവിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മളെ മനസ്സ് പെട്ടെന്ന് തകരുന്നത് എന്തുകൊണ്ടാ? കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട്. ഒരാൾ ചിരിക്കുമ്പോ ആ ചിരി അവരൻ തിരിച്ചു ചിരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വല്ലാതെ മാനസികമായി തകരുന്നു. കല്യാണ വീട്ടിൽ നിന്ന് ഞാനൊന്ന് നോക്കി ചിരിച്ചു, അവൻ ചിരിച്ചില്ല, അവള് ചിരിച്ചില്ല. കാരണോരെ വീട്ടിലേക്ക് പോയപ്പം കാരണോരെ മക്കളൊന്ന് ചിരിച്ചില്ല. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പം ആ വീട്ടുകാരത്തി ഒന്ന് ചിരിച്ചില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദുനിയാവിൽ ഞാൻ ചിരിച്ച എനിക്ക് തിരിച്ച് ചിരി കിട്ടണം എന്ന പകരത്തിനുള്ള പ്രതീക്ഷ. ഒരിക്കലും അള്ളാഹുവിൻ്റെതല്ലാത്തതൊന്നും ദുനിയാവിൽ നിന്ന് പകരം കിട്ടും എന്നൊരിക്കലും നമ്മൾ ആർത്തി പിടിക്കരുത്. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല സ്ഥാനങ്ങളും ഇതൊക്കെ ദുനിയാവിൽ പടച്ചോൻ തരുന്ന വഞ്ചനയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം സഹാബത്ത് കണ്ടതങ്ങനെയാ. ദുനിയാവിൽ എന്തെങ്കിലും കൂടുമ്പോ അവർ വെപ്രാളപ്പെടും. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടം വമ്പിച്ച ലാഭമാകാൻ തുടങ്ങി. വമ്പിച്ച ലാഭം തൊടുന്നിടത്തെല്ലാം ഖുബൈബിന് കച്ചവടം. അഥവാ സഹാബത്ത് പറയുന്നു, ഖുബൈബ് നടന്നു പോകുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് ഒരു കല്ലിൽ വെച്ചു കുത്തിയാൽ ആ കല്ല് ഒന്ന് മാറ്റി നോക്കിയാൽ അവിടെ സ്വർണം കാണും എന്ന് പറയുമാറ് തുടങ്ങുന്ന കച്ചവടമൊക്കെ ലാഭം, കുമിഞ്ഞു കൂടുന്ന ലാഭം. ആ ലാഭത്തിന്റെ അവസ്ഥ കണ്ട് മദീന പള്ളിയിൽ വന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഖുബൈബ്? അദ്ദേഹം പറഞ്ഞു, ലാഭമാ ഉമറേ, വമ്പിച്ച ലാഭം, ആർക്കും കിട്ടാത്ത ലാഭം. ലാഭം എനിക്ക് തന്നെയാ കിട്ടുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് പുഞ്ചിരിയോടെ ചോദിച്ചു, എങ്കിൽ സന്തോഷിക്കണ്ടേ ഖുബൈബ്? തിരിച്ചു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തതിന് ദുനിയാവിലൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെ നമസ്കാരം കൊണ്ട് എന്റെ കച്ചവടം വലുതാവണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെ നോമ്പ് കൊണ്ട് എനിക്കെല്ലാ കാര്യവും ദുനിയാവിൽ എളുപ്പമാകണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്റെ ഇബാദത്ത് കൊണ്ടും എന്റെ ദാനധർമ്മം കൊണ്ടും എന്റെ അമലുകളെ കൊണ്ടും ഞാൻ പ്രതീക്ഷിച്ചത് ഉമറേ, അള്ളാന്റെ സ്വർഗത്തിൽ ഒരിടം കിട്ടണമെന്ന് മാത്രമാ. എനിക്കതിന്റെ കണക്കൊത്ത കൂലി അള്ളാന്റെ സ്വർഗത്ത് കിട്ടിയാ മതി. ആ കിട്ടുന്നതിന് പകരം പടച്ചോൻ ദുനിയാവ് തന്നെ പലതും തരുമ്പോ എനിക്ക് തോന്നുന്നു, ഉമർ, സ്വർഗത്തിൽ നിന്നും എനിക്ക് തരാൻ ഉദ്ദേശിച്ചത് അള്ളാഹു തന്നു തീർക്കുകയാണോ ദുനിയാവിൽ എന്നെനിക്ക് പേടി തോന്നുന്നുണ്ട് ഉമറേ. അതുകൊണ്ട് ദുനിയാവ് കുറഞ്ഞാലും ആഹാരം കുറയാൻ പാടില്ല. കാരണം വമൽ ഹയാത്തദ് ദുനിയ ഇല്ലാ മതാഅൽ ഉറൂർ, ദുനിയാവ് വഞ്ചനയുടെ ഒരു ലോകം മാത്രമാ. എന്ത് കിട്ടിയാലും പടച്ചോൻ വാരിക്കോരി തന്നാലും എല്ലാം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടതാ. അത് പറമ്പായാലും പദവിയായാലും പണമായാലും സ്വത്തായാലും സ്വർണമായാലും ഈ ലോകത്ത് അല്ലാഹു എന്തൊക്കെ തന്നോ, സൗന്ദര്യമാണെങ്കിൽ പോലും അത് ചുക്കിച്ചൊളിഞ്ഞ് മണ്ണിലേക്ക് അലിഞ്ഞു ചേരേണ്ടതാ. അതുകൊണ്ട് വേണ്ട ഉമറേ, ദുനിയാവിൽ എനിക്കൊന്നും പടച്ചോൻ തന്നിട്ടില്ലെങ്കിലും ഇതിനൊക്കെയുള്ള കൂലി അല്ലാഹ് ആഖിറത്ത് തന്നാ മതി. ആ ചിന്തയാണ് മനസ്സ് നന്നാവാനുള്ള മൂന്നാമത്തെ ചിന്ത. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തി നോക്കൂ. എന്ത് നന്നാക്കിയിട്ടില്ലെങ്കിലും, എന്ത് നനച്ചുളി നടത്തിയിട്ടില്ലെങ്കിലും, ഏത് തിന്നാൻ കിട്ടാത്ത ദരിദ്രനാണെങ്കിൽ പോലും
ആ റമളാനിന്റെയും അമലുകളുടെയും വല്ലാത്തൊരാശ്വാസം ആ ഹൃദയത്തിൽ ഉണ്ടാകും. ആ മനസ്സ് മാത്രം ഒന്ന് ശുദ്ധീകരിക്കാതെ, മനസ്സിനെ പറ്റി ചിന്തിക്കാതെ, ഉള്ള ടെൻഷനും ബേജാറും അതേ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും കൊടുത്ത് എന്നോ അനുഭവിച്ച ബേജാറ് പിന്നെയും പിന്നെ ആലോചിച്ച ആ മനസ്സിനെ ബേജാറാക്കി സ്വന്തം മനസ്സിനെ നമ്മൾ തന്നെ കൊല്ലുമ്പോ അവിടെയാ നമ്മളെ ജീവിതവും ഈമാനും ഒക്കെ നശിച്ചു പോകുന്നത്. ആ തിരിച്ചറിവോടുകൂടി സ്വന്തം ഹൃദയത്തെ റബ്ബിലേക്ക് ഏൽപ്പിക്കാനും ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാമ മൻ ദസ്സാഹ എന്നോർമ്മപ്പെടുത്തിയ നല്ല ഹൃദയത്തിന്റെ ഉടമകളാവാനും ഓരോരുത്തരും തയ്യാറെടുക്കുക, പ്രാർത്ഥിക്കുക. അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വന്തം ഹൃദയത്തെ പരിപാലിക്കാനും ആ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന പ്രയാസത്തിൽ നിന്ന് താങ്ങി നിർത്താനും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മളെ തന്നെയാണ്. അളവിൽ കവിഞ്ഞ ബാധ്യതകളും അല്ലെങ്കിൽ ചിന്തകളും അനാവശ്യമായ സങ്കടങ്ങളും മറവിക്ക് വിട്ടുകൊടുക്കാതെ അതിങ്ങനെ മനസ്സിലിട്ട്, അതല്ലെങ്കിൽ ചെയ്തുപോയ പാപങ്ങളുടെ കറകളൊക്കെ തന്നെ മനസ്സിലിട്ട് അതൊന്നും അള്ളാഹു ഒരിക്കലും പൊറുക്കൂല എന്ന് ചിന്തിക്കുന്നവനല്ല വിശ്വാസി. ഫഇൻ സനാ, നിങ്ങൾ വ്യഭിചരിച്ചാലും, വഇൻ ശരിബൽ ഖംറ, നിങ്ങൾ കള്ളു കുടിച്ചു പോയാലും, വഇൻ സറക, നിങ്ങൾ അപരന്റേത് കുത്തിപ്പിടിച്ച് കട്ടെടുത്തവനാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു കറുത്ത പുള്ളിയാക്കി ബാക്കി വെക്കരുത്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾ റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയുകയും അതെന്റെ റബ്ബെന്നോട് പൊറുക്കും എന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ നേരെ കൈനീട്ടാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മറന്നുപോകുന്ന മറ്റൊരു കാര്യം, ഇന്ന് പലർക്കും ബാധ്യതകൾ, അവരിൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ തീർക്കാത്തത് കൊണ്ടാണ് അവരുടെ ഹൃദയവും ശരീരവും പുറത്തിറങ്ങാൻ മടിക്കുന്നത്. ഓരോരുത്തരുടെ ഹൃദയത്തിലും മറ്റൊരാളോടുള്ള ബാധ്യത നിർവഹിക്കാത്തതിന്റെ പേരിൽ. അതുകൊണ്ടാണല്ലോ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ ഒരിക്കലും നമ്മളെ മനസ്സിന് സമാധാനം തരൂല. അത് റബ്ബിന്റെ വാക്ക, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ മറ്റൊരാളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഓർത്തയാൾ മനസ്സുകൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞും അറിയാതെയും മനസ്സുകൊണ്ട് അവൻ നിങ്ങളെ പ്രാകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങളെ വേദനിപ്പിക്കാൻ പടച്ച റബ്ബ് ഒരു തീരുമാനമെടുത്തു. നിങ്ങളെ സങ്കടപ്പെടുത്താൻ അള്ള ഒരു തീരുമാനം എടുത്തു അതിന്റെ അർത്ഥം. അല്ലാതെ മറ്റൊരുത്തനെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയെന്നല്ല. അത് ഏത് രംഗത്തൊക്കെ പെടുമെന്ന് ചോദിച്ചപ്പം സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി. ബാധ്യതകളുടെ വിഷയത്തിൽ അത് പെടും. കടം വാങ്ങുക, കൊടുക്കാണ്ട് പറ്റിക്കുക, കടം തന്നോനെടുങ്ങാറായിട്ട് നടക്കുക, അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സിൽ ആളെ ചേർക്കുക, ലാഭമാണെന്ന് തോന്നുമ്പം കൂട്ടുകക്ഷിയെ ചതിക്കുക, നഷ്ടമാണെന്ന് തോന്നുമ്പം അവനാന്റത് മാത്രം എടുത്തിട്ട് കൂട്ടുകാരനെ ചതിക്കുക. ഇതിനേക്കാളേറെ ഒരാൾക്ക് അർഹതപ്പെട്ട ഹക്ക് അനന്തര സ്വത്തിൽ തടയുക, അല്ലാത്ത സ്വത്തിൽ തടയുക. ഇതൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്നതിൽ പെടും. അന്യായമായിട്ടും ചതി കാണിച്ചും, പണമാവട്ടെ മറ്റേതെങ്കിലും സൗഭാഗ്യങ്ങളാവട്ടെ, നിങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മറ്റൊരാൾ അറിയാതെ തന്നെ നിങ്ങളത് നേടിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് പുറത്തിറങ്ങാനും മടിയായിരിക്കും, ഒരു കാലത്തും മനസ്സ് നന്നാവുകയില്ല. കാരണം ആശങ്കയായിരിക്കും, പേടിയായിരിക്കും, ഭയമായിരിക്കും, അതിനേക്കാളേറെ കുറ്റബോധങ്ങൾ ഉണ്ടാവും. കാണിക്കുന്ന പ്രകടനങ്ങളൊക്കെ അഭിനയങ്ങളുമായിരിക്കും. ആങ്ങളനെ ചതിച്ചു, പക്ഷെ കാണുമ്പൊക്കെ വലിയ ചിരിയും കളിയൊക്കെ തന്നെയായിരിക്കും, ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും. ഇതേ ജീവിതത്തിൽ പലരെയും കാണുമ്പോ പുറത്ത് കാണിക്കുന്നതായിരിക്കില്ല ഉള്ളിലുള്ള വേദന. അതുകൊണ്ട് തന്നെ നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ, ഏത് ബാധ്യതകളാണെങ്കിലും ആ ബാധ്യത അവന്റെ ശരീരത്തോട് അള്ളിപ്പിടിച്ചു നിൽക്കും, അത് വീട്ടുന്ന കാലത്തോളം. ഇനി അഥവാ അത് കടമാണെങ്കിൽ കുടുംബക്കാർ വീട്ടും. എങ്കിൽ ഒരാളെ മനസ്സ് വേദനിപ്പിച്ചതാണെങ്കിൽ, മണ്ണിന്റെ അടി കിടക്കുന്നവനോട് പൊരുത്തം പോലും വാങ്ങാൻ പറ്റാതെ നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ,
അതേ വേദന നിങ്ങളിലേക്ക് പടച്ചോൻ എത്തിച്ചു തരും. ഹൃദയം തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചേക്കാം. ബാക്കി റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, ഏത് പ്രാർത്ഥനയും സ്വീകരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് പടച്ചോനായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കുക. ജീവിതത്തിൽ മറ്റൊരാളെ ഹക്ക് സ്വന്തം ശരീരത്തിലും ജീവിതത്തിലും പെട്ടുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. കടമായാലും മറ്റെന്തായാലും അത് വീട്ടിയിട്ടാണെങ്കിലും റമദാനിന്റെ ചൈതന്യത്തിലേക്കൊന്ന് പ്രവേശിക്കാനൊക്കെ ഒന്ന് ആഗ്രഹിക്കുക. അല്ലാതെ വേദനിക്കുന്നവനും തന്നവനും മനസ്സ് വേദനിച്ച് ഓന്റെ നിസ്കാരവും കഴിഞ്ഞു പോകുമ്പോ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അവന്റെ ഹൃദയത്തിൽ കൊടുത്തത് പറ്റിപ്പോയല്ലോ റബ്ബേന്നോ, അവൻ ആ ബാധ്യത തീർക്കുന്നില്ലേന്നോ, ഇന്റെ ഹക്ക് മുതലാണല്ലോ റബ്ബേന്നോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ വേദന മാറാത്ത കാലത്തോളം നിങ്ങളെ മനസ്സും പടച്ചോൻ നന്നാക്കി തരൂല. ആ തിരിച്ചറിവാണ് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിന്റെ മതം. ആ തിരിച്ചറിവോടുകൂടി പരിശുദ്ധ മാസത്തെ സ്വീകരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ആ കുടുംബത്തോട് നീ കാരുണ്യം കാണിക്കുകയും ക്ഷമയോടെ ആ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാഥ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞടക്കം ചെറുപ്പക്കാരനടക്കം ഏറെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരായവർ നാദാ എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടണമേ. റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും അവരാഗ്രഹിക്കുന്ന റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു മഈശത്തിലേക്ക്, ജോലിയിലേക്ക് എത്താൻ ഞങ്ങളെ മക്കൾക്കും കുടുംബത്തിനും നീ തൗഫീക്ക് നൽകണമേ. നാട്ടിൽ വ്യാപിക്കുന്ന മഹാലഹരി എന്ന ആപത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും കുടുംബത്തെയും മക്കളെയും നീ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ റമദാനിലേക്ക് എത്താനും മനസ്സറിഞ്ഞ് റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ വിശുദ്ധി നീ നൽകി ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ.